ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി എൻജിൻ വർക്കായിട്ട് വന്നതാണ്. അതായത് പിസ്റ്റൺ ഓയിൽ തീർന്ന് പിസ്റ്റൺ പിടിച്ച് എൻജിൻ നല്ല രീതിയിൽ പണി കിട്ടിയായിരുന്നു. അപ്പോൾ അതും പ്രകാരം നമ്മൾ എൻജിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ക്രാങ്ക്, സിലിണ്ടർ, ഹെഡിൻ്റെ ഭാഗമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ക്ലച്ചും അഴിച്ച് ഫുൾ ഗ്രീസിങ് കാര്യങ്ങളൊക്കെ നടത്തി, കിക്കറിൻ്റെ ബുഷ് കാര്യങ്ങളൊക്കെ മാറ്റി. പിന്നെ അത് കൂടാതെ കൊണ്ട് ഗിയർ ബോക്സിൻ്റെ അടക്കം നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻജിന്മേ നിലവിൽ ഉള്ള ഇപ്പം ഡാമേജ് ഉണ്ടായ ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻജിൻ വർക്ക് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 1 ഇയർ വാറണ്ടിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ. 1 വർഷം ഗ്യാരണ്ടി ഉണ്ട്. കൃത്യമായിട്ട് അതിൻ്റെ സർവീസൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ചെയ്താൽ മതി. ഓയിൽ ചേഞ്ചിൻ്റെയും ഡീറ്റെയിൽസൊക്കെ ഒന്ന് പറഞ്ഞു തരും. അതും പ്രകാരം ഒന്ന് ചെയ്താൽ മതി. പിന്നെ നമുക്ക് അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ എഞ്ചിൻ്റെ ഈ ഭാഗത്ത് എഞ്ചിൻ റൂമിൻ്റെ ഭാഗമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയും കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ കൊണ്ടുപോയിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ചെളിയൊക്കെ കളഞ്ഞ് ക്ലിയർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതേപോലെ ഫ്രണ്ട് ബാറ്ററിയുടെ ബോക്സിൻ്റെ ആ ഭാഗത്തായാലും അത്യാവശ്യം ചെളിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ മാറ്റിയേക്കണ പാർട്സുകളുടെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. പിന്നെ നമ്മുടെ ക്രാങ്ക്, സിലിണ്ടർ കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി ലെയ്ത്ത് വർക്ക് ആയിട്ടാണ് ചെയ്തെടുത്താണ്. പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ എയർ ഫിൽട്ടർ, ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാമേജ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇത് പെട്രോളിൻ്റെ പൈപ്പ്, ഇത് സെൽഫ് മോട്ടറിൻ്റെ ടോപ്പ് സെറ്റ് എന്ന് പറയും. സെൽഫ് മോട്ടർ 2 പ്രാവശ്യം എടുത്തപ്പോൾ ചെറിയൊരു ടൈറ്റ് ഇതുപോലെ കാണിച്ചാൽ അതിൻ്റെ ടോപ്പ് സെറ്റ് അടക്കം അടിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുതിയ മോട്ടറിൻ്റെ അതേ ഒരു ക്വാളിറ്റി നമുക്ക് അതിന് ആ മോട്ടറിന് കിട്ടും. കാരണം ആർമേച്ചറിന് വേറെ കംപ്ലയിൻ്റ് ഇല്ല. ഈ ഒരു യൂണിറ്റാണ് പിന്നെ ഒരു പ്രശ്നം കാണിച്ചത്. അത് മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗിയർ ബോക്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായില്ല കംപ്ലയിൻറ്റ്. പക്ഷേ എന്നാൽ പോലും നമുക്ക് അതിൻ്റെ ചെറിയൊരു പ്ലേ ഉള്ളത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ എഞ്ചിന് പ്രത്യേകിച്ച് ഒരു പണി വരാതിരിക്കാനായതുകൊണ്ട് അതും കൂടി അയച്ച് ഫുള്ള് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ആ ബെയറിങ്ങൊക്കെ മാറ്റി, ഓയിൽസിൽ മാറ്റി, ഗിയർ ഓയിലൊക്കെ പുതിയത് ഫില്ല് ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ക്ലച്ചിൽ തന്നെ ഫേസ് കംപ്ലീറ്റ് മൂവിൽ എന്ന് പറഞ്ഞാൽ ഒരു വീലാണ്, അലുമിനിയം വീലാണ്, വേരിയേറ്റർ ബോഡി എന്ന് പറയും. അതും അതിൻ്റെ ബോസ്റ്ററും കാര്യങ്ങളും നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതേപോലെ ബ്രേക്കിൻ്റെ ലൈനർ മാറ്റിയിട്ടുണ്ട്. കാർബറേറ്ററിനകത്ത് സ്ലോ ജെറ്റ് വന്നിട്ട് അത് മാറ്റിയിട്ടുണ്ട്. ക്ലച്ചിനകത്ത് ഈ വീലിനോട് ചേർന്നൊരു പ്ലേറ്റാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നുമല്ല, പിന്നെ നമ്മളത് കൊണ്ട് ലെയ്ത്തി കയറ്റിയൊക്കെ കട്ട് ചെയ്ത് റെഡി ആക്കണം. അപ്പോൾ ചെറിയ പ്ലേ വരും. അപ്പോൾ ചെറിയൊരു സൗണ്ട് ഉണ്ടാവും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ക്യാം ഷാഫ്റ്റിൻ്റെ സൈഡിലത്തെ ബെയറിങ്ങൊക്കെ മാറ്റിയിട്ട് ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. ഫസ്റ്റ് നമ്മൾ വീഡിയോയിൽ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ നമുക്ക് ഇതുണ്ടല്ലോ ഐറ്റം, ഇതിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ്. കാരണം വെച്ചാൽ ഈ വാൽവൊക്കെ കംപ്ലൈൻറ്റ് ഉണ്ട്, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണില്ല. അപ്പോൾ നമുക്ക് ബെയറിങ് മാറ്റിക്കഴിഞ്ഞാലും നമുക്ക് പിന്നീട് പണി വന്നു കഴിഞ്ഞാൽ രണ്ടാമത് നമ്മൾ പിന്നെ അഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. അതായത് നമ്മളത് റീപ്ലേസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു വേരിയേഷനാണ് നമുക്ക് എസ്റ്റിമേറ്റ്, നമ്മൾ പറഞ്ഞ എസ്റ്റിമേറ്റിൽ ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുള്ളൂ. ഇതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുക എന്നാണ് പറഞ്ഞത്. പക്ഷേ കറക്റ്റല്ല, ആ സെറ്റിങ് കറക്റ്റ് ആവാത്തത് കൊണ്ട് തന്നെ നമ്മളത് മാറ്റിയിട്ടുണ്ട്. റോക്കറാം സെറ്റും ക്യാം ഷാഫ്റ്റും കൂടി മാറ്റി. അപ്പം അതിൻ്റെ ഒരു വ്യത്യാസമാണ് ബില്ലിനകത്ത് വരാം. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 600-700 റേഞ്ച് അങ്ങാണ്ട് വ്യത്യാസം വരുള്ളൂ. പിന്നെ അതേപോലെ തന്നെ സെൽഫ് മോട്ടറിൻ്റെ ഈ ഒരു ടോപ്പ് സെറ്റിൻ്റെ എമൗണ്ടും ഇതിന് മാത്രം 404 രൂപ അടുത്ത് ഈ ഐറ്റത്തിന് വിലയുണ്ട്. ക്യാം ഷാഫ്റ്റിന് 1000 ചിലാൻ രൂപയാണ് ക്യാം ഷാഫ്റ്റ്, 1100 ചിലാൻ രൂപയാണ് ഇതിൻ്റെ റേറ്റ്. റോക്കറാം സെറ്റ് എനിക്ക് തോന്നുന്നു 500 രൂപ 550 രൂപ അങ്ങനെ കൊണ്ടാണ് അതിൻ്റെ കറക്റ്റ് ബില്ല് നോക്കിയാൽ അറിയുള്ളൂ. ഏകദേശം ആ റേഞ്ച് തന്നെ. പിന്നെ അതിൻ്റെ പ്ലഗ് കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിനകത്ത് നമ്മൾ വന്നപ്പോൾ ഒഴിച്ചിട്ടുണ്ടായിരുന്ന ഓയിൽ നല്ല പുത്തൻ ഓയിലായിരുന്നു. അപ്പോൾ എഞ്ചിൻ ഓയിൽ നമ്മൾ അത് തന്നെ യൂസ് ചെയ്താണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും ഒരു 1000 കിലോമീറ്റർ അല്ലെങ്കിൽ 1 മാസത്തിനുള്ളത് മാറ്റി കളയേണ്ടതാണ്. അപ്പോൾ അത് ശരിക്കും കറക്റ്റായിട്ട് നമ്മളത് അതിൻ്റെ അടിയൊന്നും അഴുക്കൊന്നും ഇല്ലാത്ത രീതിയിൽ ക്ലിയർ ചെയ്തിട്ടാണ് ഉപയോഗിച്ചത്. പിന്നെ നമുക്ക് അതിൻ്റെ ഗിയർ ബോക്സിൻ്റെ ഓയിൽ നമ്മൾ പുതിയത് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് 1 മാസത്തിനുള്ള അതിൻ്റെ ഫിൽട്ടർ ക്ലീനിങ്ങും അതേപോലെ എന്തെങ്കിലും കംപ്ലയിൻസോ എന്തെങ്കിലും ഓയിൽ ലീക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാനൊക്കെയാണ് 1 മാസം നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനുള്ളിലൊന്ന് ജസ്റ്റ് ഒന്ന് കൊണ്ടുവന്നാൽ മതി ചെക്ക് ചെയ്യാനായിട്ട് കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾ ചെയ്തേക്കണം വർക്കിൻ്റെ ഒരു ഡീറ്റെയിൽസ്. അപ്പോൾ ഞാനത് ബില്ലും കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ ഡീറ്റെയിൽസ് അയച്ചു തരാം. അതേപോലെ തന്നെ ഇവിടുത്തെ ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ.